നമ്മളിപ്പോൾ ഉള്ളതേ വാണിയംകുളം സെൻറ്ററിലാണ് കേട്ടോ. ബൾബ് സെയിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാൻ സെയിൽ ചെയ്യല്ല, നമ്മുടെ ഈ മോനെ ഇങ്ങോട്ട് വന്നവനെ ചോദിക്കട്ടെ. അപ്പോൾ വാണിയംകുളം ടു ഒറ്റപ്പാലം പോകുമ്പോഴാണ് ഈ മോനെ കാണുന്നത് അല്ലേ? മോനെ, ഈ ബൾബ് നീ ഹോൾസെയിലിൽ എടുത്ത് ചെയ്യണോ? അല്ലല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണത്. സ്വന്തമൊക്കെ വീട്ടില് സ്വന്തമായിട്ട് ഉണ്ടാക്കണോ? നീ ഒറ്റയ്ക്കാണോ ഉണ്ടാക്കുന്നത്? അമ്മയും സപ്പോർട്ടിനുണ്ട്. ബൾബൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ ഹോൾസെയിലിൽ എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാറാണ് എന്ത് സാധനവും വഴിയോര കച്ചവടക്കാർ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബൾബ് ഉണ്ടാക്കിയിട്ട് കൊടുന്ന്. അതായത് ഈ മോന് എത്ര വയസ്സുണ്ട്? മോന് 13 വയസ്സ്. പഠിക്കുന്നുണ്ടോ? എത്ര ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. എൻ്റെ പേര് രാജേശ്വരി എന്നാണ്. ഞങ്ങൾ വാണിയംകുളത്ത് കോതയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മോന് ഓട്ടിസത്തിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മാനത്തോളം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അപ്പോൾ അവിടെ ബൾബ് നിർമ്മിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ മോൻ പോയി, രഞ്ജിത്ത് പോയിട്ട് അത് പഠിച്ച് അവൻ സ്വയം വീട്ടിൽ ഇപ്പോൾ ബൾബ് നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ ബൾബ് നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു വീഴ്ച ഉണ്ടായി എനിക്ക്. അത് കാരണം കാല് കേട് വന്നിട്ടിപ്പോൾ ഒരു കൊല്ലത്തോളമായി വീട്ടിലിരിക്കുന്നു. അപ്പോൾ അത് കാരണം ഹസ്ബൻഡിൻ്റെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ മോന് ഓട്ടിസത്തിൻ്റെ പ്രശ്നമുള്ള കാരണം ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ രഞ്ജിത്താണ് ഇപ്പോൾ ഈ വീട് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. രഞ്ജിത്ത് ഇപ്പോൾ കളിച്ച് നടക്കേണ്ട കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ട് അപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കണ ഒരു കുട്ടിയായി മാറി. എല്ലാവരും ബൾബ് വാങ്ങണം, ഞങ്ങളെ സഹായിക്കണം. ബൾബ് വാങ്ങാൻ അതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് മോനെ എത്തണില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക, മേടിക്കുക, എല്ലാവരും ബൾബ് മേടിക്കുക. എൻ്റെ ഏട്ടന് ഓട്ടിസത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഏട്ടന് അമ്മമാർക്കായിട്ട് സ്വയം തൊഴിലായിട്ട് ഉള്ള പരിപാടിക്ക് അമ്മയുടെ കാലൊടിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ പോയിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. എനിക്ക് അന്ന് ഇത് കിട്ടി. എന്നിട്ടാണ് ഞാൻ ഈ ബൾബ് ഉണ്ടാക്കണതിലേക്ക് വന്നത്. പിന്നെ സ്കൂളിലേക്ക് പോവും, പിന്നെ ഒഴിവ് ടൈമിൽ ബൾബ് ഉണ്ടാക്കും. പിന്നെ ഈ റോഡ് ഭാഗത്തൊക്കെ സൈഡിൽ ഇങ്ങനെ മേശ ഇട്ടിട്ടാണ് വിൽക്കണത്. പിന്നെ വല്ല പരിപാടിയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ അതിനൊക്കെ പോകും. അപ്പോൾ ആൾക്കാരൊക്കെ മേടിക്കാറുണ്ട്. ഈ മോന് ഓട്ടിസം ബാധിച്ച ഒരു മോനാണ്. അതുപോലത്തെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛനും ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രഞ്ജിത്ത് മോൻ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും രഞ്ജിത്ത് മോനെ സപ്പോർട്ട് ചെയ്യാം. കാരണം അവൻ പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ, അതിൻ്റെ കൂടെ അവൻ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ബൾബ് വാങ്ങിയും അതുപോലെ തന്നെ രഞ്ജിത്ത് മോൻ